അതായത് കോസ്റ്റ് ഗാർഡ്, മറൈൻ ഫോഴ്സ് എന്നൊക്കെ ഉള്ളൊരിതിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും കൂടുതൽ ആളുകൾ അതിൽ കൊണ്ടുവരുന്നത് നമ്മുടെ ഗവൺമെൻറ്റിനും കൂടെ സഹായകരമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഫിഷറീസ് ഡയറക്ടറാണെന്ന് തോന്നുന്നു, മാഡവും സാറും കൂടെ വന്നപ്പോൾ ഞാനത് പറഞ്ഞു, അവരത് അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരമിരുന്ന രേഷ്മ എന്ന അമ്മയുടെ പോരാട്ട വീര്യം നമ്മൾ കണ്ടതാണ്. ആ സമരത്തിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഊർജിതമായൊരു തിരച്ചിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തിയത്. രേഷ്മ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലത്തെ സമരം, ആ സമരത്തിന് ശേഷമാണ് സംവിധാനം ഉണർന്നത്. ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നുണ്ട്. നമ്മൾ തൃപ്തരാണോ ഈ ഒരു രീതിയിൽ? നമ്മുടെ ഡിമാൻഡ്സ് അവർ അംഗീകരിച്ച് നമ്മൾ പറഞ്ഞതിനൊപ്പം ഇപ്പോൾ അവർ നിൽക്കുന്നുണ്ട്, ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അപ്പം എൻ്റെ അറിവിലുള്ള സംവിധാനങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഷിബു സാർ മന്ത്രി വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സാർ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിൽ കൂടുതൽ സാങ്കേതികമായിട്ട് എന്തെങ്കിലും നൂതന സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ എന്നെക്കാളും കൂടുതൽ അറിയുമല്ലോ സാറിന്, കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തി ഒരു അന്വേഷണവും കൂടെ എനിക്ക് ചെയ്ത് തരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിഷേധിക്കേണ്ട ഒരു കാരണം ചില ഉദ്യോഗസ്ഥരുടെ സമീപനങ്ങളല്ലേ നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിച്ചത്? നമ്മൾ ഈ 6ാമത്തെ ദിവസം 6 വരെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് 7ാമത്തെ ദിവസമാണല്ലോ നമ്മൾ ഈ ഇതുമായിട്ട് നമ്മൾ ഇറങ്ങിയത്. അപ്പം കോസ്റ്റ് ഗാർഡ് അന്വേഷിക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്കതിനകത്തൊരു പുരോഗതി ആ ദിവസം വരെ നമ്മൾ പ്രതീക്ഷിച്ച ദിവസം വരെ നമുക്ക് എത്തിക്കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഈ ഒരു അപേക്ഷയായിട്ട് അവിടെ ചെല്ലുന്നു, ഇത് കൊടുക്കുന്നു, ഞാൻ ആവശ്യപ്പെടുന്നു, അംഗീകരിക്കുന്നു, എല്ലാം കഴിഞ്ഞപ്പം അപ്പം ഞാൻ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇത് നേരത്തെ ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു, അത് നിങ്ങൾ ആവശ്യപ്പെട്ടത് ഇപ്പോഴല്ലേ എന്ന് ചോദിച്ചു. ആ ഒരു വാക്കാണ് അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ പുറത്തോട്ട് ഓടി ഇറങ്ങിയ പിന്നെ ഒരു ശക്തമായിട്ടൊരു പ്രതിഷേധത്തിലോട്ട് നീങ്ങാനിടയായ സാഹചര്യം അത് തന്നെയായിരുന്നു. നിലവിലെ തെരച്ചിൽ രീതികൾ തൃപ്തിയുണ്ട്. എന്തായാലും ഇത്രയും പെട്ടെന്നൊരു ഇതുണ്ടാവും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ, അല്ലേ? അതെ നമുക്കൊരു നമ്മൾ ഇപ്പം അന്വേഷിക്കുന്നതിൽ നമ്മൾ സംതൃപ്തരാണ്. എന്തെങ്കിലും കൂടെ നൂതനമായിട്ടുള്ള എന്തെങ്കിലും സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ മന്ത്രിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാർ അത് നമുക്ക് അംഗീകരിച്ച് തരികയും ചെയ്തു. ആലോചിക്കട്ടെ, ചെയ്യാമെന്നുള്ളത് പറയുകയും ചെയ്യും. മത്സ്യത്തൊഴിലാളികൾക്ക് സ്ഥിരമായിട്ടുള്ളൊരു സുരക്ഷാ സംവിധാനം, മുന്നറിയിപ്പ് സംവിധാനമൊക്കെ വേണം എന്ന് തോന്നുന്നുണ്ടോ ഒരു ഘട്ടത്തിൽ? സുരക്ഷാ സംവിധാനങ്ങളിലുപരി ഞാൻ ശരിക്കും നല്ല രീതിയിലൊരു റിക്വസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിനുള്ള PSC നിയമനമാണല്ലോ നമുക്ക്. അപ്പോൾ അതിൽ നിയമനം നടത്തുമ്പം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് കൂടുതലൊരു സംവരണം എന്നുള്ളൊരു നിലയിൽ അവരെ കൂടുതലായിട്ട് ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ ഞാനൊരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ കടലിനെ കുറിച്ച് അറിയുന്നതും കടലിൻ്റെ രീതികൾക്ക് മാറ്റം ഉണ്ടാകുമ്പോഴും പേടി കൂടാതെ ജോലിക്ക് പോകുന്നത് അവരാണ്, ഞാൻ കണ്ടിടത്തോളം. അപ്പം അങ്ങനെയുള്ളവരെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാവുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഏതൊരു അപകടത്തിലും അവർ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടി, സ്വന്തം ജീവൻ നോക്കത്തില്ല, ആ രക്ഷ നോക്കത്തില്ല, അവരെടുത്തു ചാടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുള്ളത് കൊണ്ട്, എൻ്റെ സഹോദരങ്ങളെ കുറിച്ച് അത്രയും എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു മുൻഗണന, ഇതിനും കൂടെ ഒരു മുൻഗണന കൊടുക്കണം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി. ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലെ ജോലികൾക്ക്, അല്ലേ? അതെ, അതായത് കോസ്റ്റ് ഗാർഡ്, മറൈൻ ഫോഴ്സ് എന്നൊക്കെ ഉള്ളൊരിതിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും കൂടുതൽ ആളുകൾ അതിൽ കൊണ്ടുവരുന്നത് നമ്മുടെ ഗവൺമെൻറ്റിനും കൂടെ സഹായകരമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഫിഷറീസ് ഡയറക്ടറാണെന്ന് തോന്നുന്നു, മാഡവും സാറും കൂടെ വന്നപ്പോൾ ഞാനത് പറഞ്ഞു, അവരത് അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ അമ്മയുടെ ആവശ്യങ്ങൾ അത് നേടിയെടുക്കാൻ വലിയ തോതിലുള്ള സമരം ഉൾപ്പെടെ ചെയ്യേണ്ടി വന്നു. ഇപ്പോഴെന്തായാലും ഭരണകൂടം അതിനോട് യോജിക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നുണ്ട്, അത് അംഗീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനയ് രാജിനൊപ്പം റിപ്പോർട്ടർ A. വി. ജയശങ്കർ.